നമസ്കാരം. പാകിസ്ഥാന്റെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താളം തെറ്റിയ സമ്പദ് വ്യവസ്ഥയും കടുത്ത ഭക്ഷ്യക്ഷാമവുമെല്ലാം പാകിസ്ഥാനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. എന്നാൽ ഈ അവസ്ഥ പാകിസ്ഥാൻ നേരിടുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. ഭാരതത്തിനെതിരെ പദ്ധതികൾ മെനയാൻ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ കാണുന്നതാണ് ഈ തകർച്ച. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ആയാൽ പോലും അഹങ്കാരത്തിന് മാത്രം ഒരു കുറവും ഇല്ലെന്നുള്ളതാണ് സത്യം. ഓരോ ദിവസം കഴിയുന്തോറും പാകിസ്ഥാന്റെ തകർച്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമവും സമ്പദ് വ്യവസ്ഥയിലുണ്ടായ താളം തെറ്റുകളുമൊക്കെ ഇതിനോടകം തന്നെ ചർച്ചയായതുമാണ്. എന്നാൽ ഇതിനിടയിലും ഭാരതത്തിനെതിരെ പദ്ധതികൾ മെനയാനും ആരോപണങ്ങൾ നടത്താനും പാകിസ്ഥാൻ മറന്നിട്ടില്ല എന്നുള്ളതും സത്യം. ചുരുക്കത്തിൽ ഒരു വശത്ത് പട്ടിണിയും ദാരിദ്ര്യവും മറുവശത്ത് തീവ്രവാദവും പാകിസ്ഥാനെ വേട്ടയാടുകയാണ്. ഈ അവസരത്തിൽ ഒരു പ്രധാന നയപരമായ തീരുമാനം രാജ്യം കൈക്കൊണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആഭ്യന്തര മന്ത്രാലയം അഫ്ഗാൻ സിറ്റിസൺ കാർഡ് ഉടമകളോട് മാർച്ച് 31-നകം പാകിസ്ഥാൻ വിടണമെന്നും അല്ലാത്തപക്ഷം നാടുകടത്തൽ നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിലും ഭീകരവാദത്തിലും കഷ്ടപ്പെടുമ്പോൾ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്നാണ് ഭരണകൂടം ചിന്തിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അറിയിപ്പ് പ്രകാരം ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും താമസിക്കുന്ന അഫ്ഗാനിസ്ഥാൻ കാർഡ് ഉടമകളെ തിരിച്ചയക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിട്ടുണ്ട്. തീരുമാനപ്രകാരം 8 ലക്ഷത്തിലധികം അഫ്ഗാനികളെ നാടുകടത്തലിന് കാരണമാകും. ഈ ആളുകൾക്ക് അഫ്ഗാനിസ്ഥാൻ പൗരത്വ കാർഡുകൾ ഉണ്ട്. അവരെല്ലാം അഭയാർത്ഥികളായിട്ടാണ് പാകിസ്ഥാൻ തരംതിരിച്ചിരിക്കുന്നത്. രേഖകളില്ലാതെ 1000 അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ അടുത്തിടെ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസും അടച്ചുപൂട്ടാനുള്ള അവസ്ഥയിലാണെന്ന വാർത്തയും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചുകുലുക്കിയത് രാജ്യത്തിന്റെ 1/3 വെള്ളത്തിനടിയിലായതോടെയാണ്. ഇത് പാകിസ്ഥാന്റെ സമസ്ത മേഖലകളുടെയും വളർച്ച മുരടിപ്പിക്കുന്നതിനുള്ള കാരണമായി മാറി. പണപ്പെരുപ്പം ഏതാണ്ട് 25% രാജ്യം അതിന്റെ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ശതാബ്ദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുകയും ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ, ധനമന്ത്രാലയം, മറ്റ് സംഘടനകളെല്ലാം പാകിസ്ഥാന്റെ തകർച്ച തടയാനുള്ള നിർണായകമായ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. എന്നാൽ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം പാകിസ്ഥാൻ കടുത്ത ദാരിദ്ര്യത്തിലേക്കും മാനുഷികവും ആരോഗ്യപരവുമായ ദുരന്തത്തിലേക്കും നീങ്ങുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. എന്തൊക്കെയായാലും പാകിസ്ഥാന്റെ ഓരോ ചുവടും നിരീക്ഷിക്കേണ്ടതാണ്. കാരണം എന്തെങ്കിലും അനുനയന നീക്കങ്ങൾ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചാൽ ഉടനെ അടുത്ത കരുനീക്കങ്ങൾ പാകിസ്ഥാൻ നടത്താറുണ്ട്. ഇത് പല സാഹചര്യങ്ങളിലും നമുക്ക് വ്യക്തമായതുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.